ഹലോ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് 6ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ അൺചേഞ്ചിങ് റിലേഷൻസ്, മാറാത്ത ബന്ധങ്ങൾ എന്നതാണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലെ റിലേഷൻ അൺചേഞ്ചിങ് സം ആണ്, മാറാത്ത തുക. അപ്പോൾ ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതാം. 128 + 99. ഇപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത്? സാധാരണ നമ്മളിത് ചെയ്യുന്നത് 128 + 99 ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കും അല്ലേ. അപ്പോൾ നമുക്ക് 227 എന്ന ആൻസർ കിട്ടും, 227. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, മനക്കണക്കായിട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന നമ്പറുകളിലെ ഒരു നമ്പറിനെ നമ്മൾ എന്തിലോട്ട് മാറ്റാൻ നോക്കുക? സീറോയിലോട്ട്, അതായത് 100ലേക്കോ 200ലേക്കോ 0 ഉള്ള നമ്പറുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ 99നെ നമുക്ക് എന്താക്കാം? 100 ആക്കാം. 99ന് അടുത്തുള്ള 0 വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്? 100ആണ്. അതായത് 99നോട് 1 ആഡ് ചെയ്യുമ്പോഴാണ് 100 കിട്ടുന്നത് അല്ലേ. 99നോട് 1 ആഡ് ചെയ്യുമ്പോഴാണ് 100 കിട്ടുന്നത്. ഈ പ്ലസ് ആണ് ഞാനിവിടെ ഇട്ടത്. അപ്പോൾ ഈ 99നോട് 1 ആഡ് ചെയ്യുമ്പോൾ 100 കിട്ടുമല്ലോ. അപ്പോൾ അതേ മാറ്റം ഇവിടെയും വരുത്തണം. ഇവിടെ 1 ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? 1 മൈനസ് ചെയ്യുക. എത്രയാണ് വരുന്നത്? 127. ഇനി നമുക്ക് എളുപ്പത്തിൽ ആഡ് ചെയ്യാമല്ലോ. 100 + 127 എത്രയാണ്? 227. എഴുതി ഇങ്ങനെ കൂട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 199 + 18, 199 + 18. ഇവിടെയും നമുക്ക് വളരെ എളുപ്പത്തിൽ പറ്റും. 199 അടുത്തുള്ള 0 വരുന്ന നമ്പർ എന്താണ്? 200 അല്ലേ. അപ്പോൾ 199നോട് 1 കൂട്ടുമ്പോഴാണ് 200 ആവുന്നത്. അപ്പോൾ ഞാനിവിടെ അതിന് പകരം 200 എന്ന് എഴുതി. ഇവിടെ 1 ആഡ് ചെയ്താൽ ഇവിടെ എന്ത് ചെയ്യുക? 1 മൈനസ് ചെയ്യുക. 18ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 17. ഇനി വളരെ എളുപ്പത്തിൽ കൂട്ടാമല്ലോ, 217. അപ്പോൾ ഇങ്ങനെ നമുക്ക് സമ്മുകൾ കണ്ടുപിടിക്കാം, തുകകൾ കണ്ടുപിടിക്കാം. ഒന്നിൽ വരുത്തുന്ന വ്യത്യാസം അതുപോലെ തന്നെ മറ്റേതിൽ വരുത്തുക. ഒരു നമ്പർ കൂട്ടുകയാണെങ്കിൽ അടുത്ത നമ്പറിൽ അതേ സംഖ്യ എന്ത് ചെയ്യുക? കുറയ്ക്കുക അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ കണക്ക് ചെയ്ത് പഠിച്ച കാര്യം ഒരു റിസൾട്ടായിട്ട് പേജ് നമ്പർ 115 തന്നിട്ടുണ്ട്. ആ റിസൾട്ട് ഞാനൊന്ന് വായിക്കാം. ദ സം ഓഫ് 2 numbers ഈസ് ദ സെയിം ആസ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഗോട്ട് ബൈ ആഡിങ് എ നമ്പർ ടു വൺ ഓഫ് ദം ആൻഡ് സബ്ട്രാക്റ്റിംഗ് ദ സെയിം നമ്പർ ഫ്രം ദ അതർ. 2 സംഖ്യകളുടെ തുകയും അതിലൊന്നിനോട് ഒരു സംഖ്യ കൂട്ടിയതും മറ്റേതിൽ നിന്ന് അതേ സംഖ്യ കുറച്ചതുമായ സംഖ്യകളുടെ തുകയും ഒന്ന് തന്നെയാണ്. ഇവിടെ അതല്ലേ നമ്മൾ കണ്ടത്. ഇപ്പോൾ ഒരു സംഖ്യയോട് നമ്മൾ എത്രയാണോ ആഡ് ചെയ്തത് അതേ സംഖ്യ തന്നെയാണ് എന്ത് ചെയ്തത്? മറ്റേ സംഖ്യയിൽ നിന്ന് മൈനസ് ചെയ്തത് അല്ലേ. അപ്പോഴുണ്ടാകുന്ന തുക എന്തായിരിക്കും? സം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ 2 സംഖ്യകൾ തമ്മിലുള്ള സം തന്നെയായിരിക്കും ഇതേ മാറ്റങ്ങൾ വരുത്തിയ സംഖ്യകൾ തമ്മിലുള്ള തുകയും. ഇനി നമുക്ക് പേജ് നമ്പർ 116 ടെക്സ്റ്റ് ബുക്ക് എക്സസൈസുകൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെൻ്റലി കാൽക്കുലേറ്റ് ദ സംസ് ബിലോ. ചുവടെയുള്ള തുകകൾ മനക്കണക്കായി കണ്ടുപിടിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരുന്നത്? മെൻ്റലി കാൽക്കുലേറ്റ് ദ സംസ് ബിലോ. ചുവടെയുള്ള തുകകൾ മനക്കണക്കായി കണ്ടുപിടിക്കുക. അതിൽ ഒന്നാമത് തന്നിരുന്നത് ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ 137 + 199. അപ്പോൾ ഇവിടെ നമുക്ക് 199നെയാണ് എളുപ്പത്തിൽ 0യുടെ അടുത്തുള്ള നമ്പറായിട്ട് മാറ്റാൻ പറ്റുന്നത്. 199 അടുത്ത് കിടക്കുന്ന നമ്പർ ഏതാണ്? 200 അല്ലേ. അപ്പോൾ 199നോട് നമ്മളിവിടെ 1 ആഡ് ചെയ്യുകയാണെങ്കിൽ അതേ 1 തന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ 137 1 മൈനസ് ചെയ്താൽ 136. 199നോട് 1 കൂട്ടിയാൽ എത്രയാണ്? 200. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ആഡ് ചെയ്യാം. 200 + 136 എത്രയാണ്? 336, 336. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 375 + 298. ഇവിടെ നമുക്ക് 0 ഉള്ള നമ്പറിലേക്ക് മാറ്റാൻ എളുപ്പം 298 ആണ്, 298 2 കൂട്ടുമ്പോൾ 2 ആഡ് ചെയ്യുമ്പോൾ 300 ആകും. അപ്പോൾ ഇവിടെ 2 ആണ് ആഡ് ചെയ്തെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? 2 നമ്മൾ മൈനസ് ചെയ്യുക. 375ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 373 ആവും, 373. ഇത് എത്രയാവും? 300 ആവും. ആഡ് ചെയ്യുമ്പോൾ 300 + 373 എത്രയാണ്? 673. വളരെ എളുപ്പത്തിൽ കിട്ടിയല്ലോ. ഇനി മൂന്നാമത്തെ പാർട്ട് നോക്കാം. 697 + 174. ഇവിടെ 697നെ നമുക്ക് 700 ആക്കാം. 3 ആഡ് ചെയ്ത് 3 കൂട്ടിയാൽ 700 ആക്കാം. ഇവിടെ 3 കൂട്ടുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? 3 കുറയ്ക്കുക. 697നോട് 3 കൂട്ടുമ്പോൾ 700 ആകുന്നു. 174ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 171 ആകുന്നു. വളരെ എളുപ്പത്തിൽ കൂട്ടാം. 700 + 171, 700 100, 800 + 71 എത്രയാണ്? 871. ഇനി നാലാമത്തെ ചോദ്യം, നാലാമത്തെ പാർട്ട് 1489 + 2363.
1489, അതിനടുത്തുള്ള നമ്പർ 489 500 അല്ലേ. 1489 11 ആഡ് ചെയ്താൽ നമുക്ക് 1500 ആക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 11 മൈനസ് ചെയ്യണം അല്ലേ. 1489 11 കൂട്ടുമ്പോൾ നമുക്ക് 1500 ആകുന്നു. പ്ലസ് 2363 നിന്ന് 11 കുറയ്ക്കുക, 2352 ആവും അല്ലേ. 10 കുറയ്ക്കുമ്പോൾ 2352, പിന്നെ 53, പിന്നെ ഒന്നും കൂടെ കുറയ്ക്കുമ്പോൾ 52. ഇനി നമുക്ക് ആഡ് ചെയ്യാം. 1500 1500, ഇതിലൊരു 1000 ഉണ്ട്. 2352, ഇതിലൊരു 2000 ഉണ്ട്. അപ്പോൾ ഈ 2000ഉം 1000ഉം കൂടെ ചേർന്ന് എത്രയാവും? 3000. പ്ലസ് പിന്നെ ഇവിടെ ഒരു 500ഉം 352 കൂട്ടുമ്പോൾ എത്രയാണ്? 852. ആഡ് ചെയ്ത് വയ്ക്കാമല്ലോ. 3852. കണ്ടോ, വളരെ എളുപ്പത്തിൽ നമ്മൾ മനക്കണക്കായി കണ്ടുപിടിച്ചില്ലേ. Second question, take any 4 consecutive natural numbers, calculate the sum of the first and the last, and also the sum of the middle 2 numbers. Take other 4 consecutive natural numbers and check why are the sums the same every time. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരുന്നത്? ടേക്ക് എനി 4 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, അടുത്തടുത്തുള്ള 4 എണ്ണൽ സംഖ്യകൾ എടുക്കുക. കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഓൾസോ ദ സം ഓഫ് ദ മിഡിൽ 2 നമ്പേഴ്സ്. ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുകയും നടുവിലെ 2 സംഖ്യകളുടെ തുകയും കണക്കാക്കുക. ടേക്ക് അതർ 4 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ചെക്ക്, അടുത്തടുത്തുള്ള വേറെ 4 എണ്ണൽ സംഖ്യകൾ എടുത്ത് പരിശോധിക്കുക. വൈ ആർ ദ സംസ് ദ സെയിം എവറി ടൈം, എപ്പോഴും തുകകൾ തുല്യമാകാൻ കാരണം എന്താണ്? അപ്പോൾ എന്താ പറഞ്ഞത് മനസ്സിലായോ? 4 അടുത്തടുത്തുള്ള എണ്ണൽ സംഖ്യകൾ എടുക്കുക, കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക. കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ളത്. അപ്പോൾ ഞാൻ എടുക്കുന്നു 2, 3, 4, 5. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഫസ്റ്റ് നമ്പറിൻ്റെയും ലാസ്റ്റ് നമ്പറിൻ്റെയും സം കാണുക. സം എന്ന് പറഞ്ഞാൽ എന്താണ്? തുക അല്ലേ. സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. മലയാളത്തിൽ എങ്ങനെ എഴുതും? ആദ്യത്തേതിൻ്റെയും ആദ്യത്തെ സംഖ്യയുടെയും അവസാനത്തെ സംഖ്യയുടെയും തുക. അവസാനത്തെ സംഖ്യയുടെയും തുക. ആദ്യ സംഖ്യയുടെയും അവസാനത്തെ സംഖ്യയുടെയും തുക എത്രയാണ്? ആദ്യത്തെ സംഖ്യ ഇവിടെ ഏതാണ്? 2. അവസാനത്തെ സംഖ്യ 5. ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത് നമുക്ക്? 7. ഇനി എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് ദ മിഡിൽ 2 നമ്പേഴ്സ്, നടുവിലത്തെ 2 സംഖ്യകളുടെയും സം എടുക്കുക. സം ഓഫ് മിഡിൽ നമ്പേഴ്സ്, അതായത് നടുവിലെ സംഖ്യകളുടെ തുക എടുക്കുക. ഏതൊക്കെയാണ്? 3 + 4 = 7. നടുവിലെ സംഖ്യകളുടെ തുക. ഇപ്പോൾ എന്താ നമുക്ക് മനസ്സിലായത്? ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും നമ്പറിൻ്റെ സമ്മും മിഡിൽ 2 നമ്പേഴ്സിൻ്റെ സമ്മും എന്തായി കിട്ടി? സെയിം ആയി കിട്ടിയില്ലേ? ഇനി അവരെന്താ പറഞ്ഞിരുന്നത്? ടേക്ക് അതർ 4 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, വേറെ 4 നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാൻ. വേറെ ഏതെങ്കിലും നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാമല്ലോ. ഇപ്പോൾ ഞാൻ 10, 11, 12, 13 അടുത്ത 4 നമ്പേഴ്സാണ്. ഇതുപോലെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റും ലാസ്റ്റും 10ഉം 13ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 23. ഇനി മിഡിൽ 2 നമ്പേഴ്സ് 11ഉം 12ഉം നടുവിലെ 2 സംഖ്യകൾ കൂട്ടുമ്പോൾ എത്ര തന്നെയാണ്? 23 തന്നെയല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണെന്നും കൂടി അവർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ 4 സംഖ്യകൾ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കൂ. ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. ആദ്യത്തെ അവസാനത്തിൻ്റെ സമ്മും നടുവിലുള്ള 2 സംഖ്യകളുടെ സമ്മും എന്ത് തന്നെ ആയിരിക്കും? തുല്യമായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം? നമ്മളെന്താ പഠിച്ചത്? തുക എടുക്കുമ്പോൾ ഒന്നിലൊരു സംഖ്യ കൂട്ടുകയാണെങ്കിൽ അടുത്ത ഒരു സംഖ്യ എന്തായാലും കുറവ് വരണം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തുക എന്തായിരിക്കും? സെയിം ആണെന്നല്ലേ പഠിച്ചത്. ഇവിടെ നോക്കൂ, 10 എന്ന് പറയുന്നത് 11 നിന്ന് 1 കുറവാണ് അല്ലേ. അതായത് ഇത് ഫസ്റ്റ് മിഡിൽ നമ്പറാണ്, ആദ്യത്തെ നടുവിലത്തെ സംഖ്യയാണ്. അതിൽ നിന്ന് 1 കുറവാണ് 10. ഇനി ഇവിടുത്തെ ലാസ്റ്റ് നമ്പർ നോക്കൂ, 13 എന്ന് പറയുന്നത് 12നേക്കാൾ എത്ര കൂടുതലാണ്? 1 കൂടുതലാണ്. ഇവിടെ 1 കൂടുതലാണ്, 1 പ്ലസ് ആണ്. ഇവിടെ എന്താണ്? 1 മൈനസ് ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് മിഡിൽ നമ്പറിൽ നിന്ന് 1 കുറവാണ് 10, രണ്ടാമത്തെ മിഡിൽ നമ്പറിൽ നിന്ന് 1 കൂടുതലാണ് 13. അതുപോലെയല്ലേ ഇവിടെയും. നോക്കൂ, 3ൽ നിന്ന് 1 കുറവാണ് 2, 4ൽ നിന്ന് 1 കൂടുതലാണ് 5. ഒരേ മാറ്റം അല്ലേ. ഇവിടെ 1 കുറയുമ്പോൾ അവിടെ അടുത്ത എന്താണ്? 1 കൂടുന്നു. അങ്ങനെ ആകുമ്പോൾ തുകകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കുമെന്നല്ലേ നമ്മൾ റിസൾട്ട് പഠിച്ചത്. അപ്പോൾ അതാണ് ഇവിടെ റീസൺ ആയിട്ട് എഴുതേണ്ടത് അല്ലേ. എങ്ങനെ എഴുതും റീസൺ? The first number is 1 less than
the first middle number. And the last number exceeds the second middle number by 1. മനസ്സിലായോ? മലയാളത്തിലും കൂടി ഞാൻ എഴുതാം. അതായത് ആദ്യത്തെ സംഖ്യ മധ്യഭാഗത്തുള്ള ആദ്യ സംഖ്യയേക്കാൾ 1 കുറവും അവസാനത്തെ സംഖ്യ മധ്യഭാഗത്തുള്ള രണ്ടാമത്തെ സംഖ്യയേക്കാൾ 1 കൂടുതലുമാണ്. Second part question. Instead of 4 consecutive natural numbers, take 6 consecutive natural numbers. The sum of the first and the last numbers is equal to which other pairs? Why is this so? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ തന്നെ രണ്ടാമത്തെ പാർട്ടിൽ എന്താ പറഞ്ഞിരുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ടേക്ക് 6 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. അടുത്തടുത്തുള്ള 4 എണ്ണൽ സംഖ്യകൾക്ക് പകരം അടുത്തടുത്തുള്ള 6 എണ്ണൽ സംഖ്യകൾ എടുത്താൽ the sum of the first and the last numbers is equal to which other pairs? ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുക മറ്റേതൊക്കെ ജോഡികളുടെ തുകയ്ക്ക് തുല്യമാണ്? വൈ? എന്തുകൊണ്ട്? വൈ ദിസ് ഈസ് സോ? അപ്പോൾ നമുക്കിനി എടുക്കേണ്ടത് എത്രയാണ്? 6 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ അല്ലേ? അടുത്തടുത്തുള്ള 6 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക. അടുത്തടുത്തുള്ള 6 നമ്പേഴ്സ് എണ്ണൽ സംഖ്യകൾ എടുക്കുക അല്ലേ? ഇപ്പോൾ 6 ചെറിയ നമ്പേഴ്സ് എടുക്കാം, നമുക്കിപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. 4, 5, 6, 7, 8, 9. അപ്പോൾ 6 സംഖ്യകളെ അടുത്തടുത്തുള്ള 6 സംഖ്യകളെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എടുക്കണം അല്ലേ? സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ. ഫസ്റ്റ് നമ്പറിൻ്റെയും ലാസ്റ്റ് നമ്പറിൻ്റെയും സം എടുക്കുക. ഫസ്റ്റ് നമ്പർ എത്രയാണ്? 4ഉം ലാസ്റ്റ് നമ്പർ എത്രയാണ്? 9ഉം. മലയാളത്തിൽ എന്താ എഴുതേണ്ടത്? ആദ്യത്തേതിൻ്റെയും അവസാനത്തതിൻ്റെയും തുക. ആദ്യത്തെ നമ്പറിൻ്റെയും അവസാനത്തെ നമ്പറിൻ്റെയും തുക. 4ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 13. ഈ 13 എന്നത് ബാക്കി ഏതൊക്കെ പേരുകൾ കൂട്ടുമ്പോൾ തുല്യമാണ് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റും ലാസ്റ്റും അല്ലേ? ഇനി 13 കിട്ടുന്നത് എന്താണ്? സെക്കൻഡ് ഇരിക്കുന്നതും സെക്കൻഡ് ലാസ്റ്റ് ഇരിക്കുന്നതും അല്ലേ? 5ഉം 8ഉം കൂടെ കൂട്ടി നോക്കൂ നിങ്ങൾ. 5ഉം 8ഉം കൂടെ കൂട്ടുന്നു. 5ഉം 8ഉം എത്ര തന്നെയാണ്? 13. അതുപോലെ 6ഉം 7ഉം കൂട്ടു. 6 + 7 എത്ര തന്നെയാണ്? 13. അപ്പോൾ ഏതൊക്കെ ജോഡികളുടെ നമ്പേഴ്സാണ് നമുക്ക് ഈക്വലായിട്ട് കിട്ടിയത്? നമുക്കൊന്ന് എഴുതാം. ഫസ്റ്റ് പ്ലസ് സിക്സ്ത് അല്ലേ? ഒന്നാമതിരിക്കുന്നതും ആറാമത്തതും തുല്യമായിട്ട് കിട്ടി. പിന്നെ എന്താ കിട്ടിയത്? സെക്കൻഡും ഫിഫ്ത്തും. ഇത് സെക്കൻഡ് നമ്പർ, ഇത് എത്രയാണ്? ഫിഫ്ത്ത് ഇരിക്കുന്ന നമ്പർ അല്ലേ? സെക്കൻഡ് പ്ലസ് ഫിഫ്ത്ത്. രണ്ടാമത്തതും അഞ്ചാമത്തതും. ഓക്കെ, ഇനി നോക്കൂ. മൂന്നാമത്തതും എത്രാമത്തതുമാണ്? നാലാമത്തതും അല്ലേ? ഈ പ്ലസ് അല്ല, ഈക്വൽ ടു തേർഡ് ആൻഡ് ഫോർത്ത്. മനസ്സിലായോ എങ്ങനെ നമ്മൾ കൂട്ടിയത്? ഏതൊക്കെ സംഖ്യകളാണ് നമുക്ക് തുല്യമായി കിട്ടിയത്? ഒന്നാമത്തതിൻ്റെയും ആറാമത്തേൻ്റെയും, ഒന്നാമത്തെ സംഖ്യയുടെയും ആറാമത്തെ സംഖ്യയുടെ അല്ലേ? ഒന്നാമത്തേത് പ്ലസ് ആറാമത്തേത്. ഒന്നാമത്തെ സംഖ്യയുടെയും ആറാമത്തെ സംഖ്യയുടെയും തുക എത്രയായിരുന്നു? 13 ആയിരുന്നു. അതുപോലെ 13 കിട്ടിയത് എത്രയായിരുന്നു? രണ്ടാമത്തെ സംഖ്യയും അഞ്ചാമത്തെ സംഖ്യയും കൂട്ടിയപ്പോൾ രണ്ടാമത്തെ പ്ലസ് അഞ്ചാമത്തെ അല്ലേ? അതിൻ്റെ തുകയും എത്രയാണ് നമുക്ക് കിട്ടിയത്? 13 തന്നെയാണ് കിട്ടിയത്. അതുപോലെ 13 കിട്ടിയത് എത്രയാണ്? മൂന്നാമത്തെയും നാലാമത്തെയും ഈക്വൽസ് മൂന്നാമത്തെ പ്ലസ് നാലാമത്തെ അല്ലേ? ഇതിൻ്റെ എല്ലാം തുക എന്തായിരുന്നു? സെയിം ആയിരുന്നു. ഇനി എന്തുകൊണ്ടാണ് ഈ തുകകൾ തുല്യമായത് എന്ന് ചോദിച്ചിട്ടുണ്ട്. വൈ ഈസ് ദിസ് സോ? അപ്പോൾ ഇതിലെന്താ പ്രത്യേകത? ദ സം ഓഫ് നമ്പർ പെയേഴ്സ് ഹൂസ് പൊസിഷൻസ് ആർ ഈക്വലി സ്പേസ്ഡ് ഫ്രം ദ എൻഡ്സ് വിൽ ബി ഈക്വൽ. എൻഡുകളിൽ നിന്നും ഒരേ അകലത്തിലുള്ള സംഖ്യകളുടെ തുകയാണ് ഇവിടെ തുല്യമായിട്ട് വന്നിരിക്കുന്നത്. നോക്കൂ, ഫസ്റ്റിൻ്റെയും സിക്സ്ത്തിൻ്റെയും, ഒന്നാമത്തേൻ്റെയും ആറാമത്തേൻ്റെയും, അതുപോലെ
അടുത്ത ഇവിടെ നിന്ന് രണ്ടാമത് പുറകിൽ നിന്നും രണ്ടാമത് അല്ലേ, അത് രണ്ടും ഒരേ സ്പേസ് അല്ലേ, ഈക്വലി സ്പേസ്ഡ് അല്ലേ. അതുപോലെ മുന്നിൽ നിന്ന് മൂന്നാമത്, പിറകിൽ നിന്ന് മൂന്നാമത്. കണ്ടോ? അപ്പോൾ തുല്യ അകലത്തിലിരിക്കുന്ന സംഖ്യകളുടെ തുകയാണ് ഇവിടെ നമുക്ക് എന്തായി കിട്ടിയത്, തുല്യമായി കിട്ടിയത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ദ സം ഓഫ് നമ്പർ പെയേഴ്സ് ഹൂസ് പൊസിഷൻസ് ആർ ഈക്വലി സ്പേസ്ഡ് ഫ്രം ദ എൻഡ്സ് വിൽ ബി ഈക്വൽ. എൻഡുകളിൽ നിന്നും അറ്റങ്ങളിൽ നിന്നും ഒരേ അകലത്തിൽ കാണുന്ന സംഖ്യകളുടെ തുക എന്തായിരിക്കും, തുല്യമായിരിക്കും. റീസൺ എഴുതുക. ദ സം ഓഫ് നമ്പർ പെയേഴ്സ് ഹൂസ് പൊസിഷൻസ് ആർ ഈക്വലി സ്പേസ്ഡ് ഫ്രം ദ എൻഡ്സ് വിൽ ബി ഈക്വൽ. രണ്ട് അറ്റങ്ങളിൽ നിന്നും ഒരേ അകലങ്ങളിലുള്ള സംഖ്യകളുടെ തുകകൾ തുല്യമായിരിക്കും. തേർഡ് പാർട്ട്, വാട്ട് ഇഫ് വി ടേക്ക് 5 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്? അടുത്തടുത്തുള്ള 5 എണ്ണൽ സംഖ്യകളായാലോ? മൂന്നാമത്തെ പാർട്ട് നോക്കാം. വാട്ട് ഇഫ് വി ടേക്ക് 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്? അടുത്തടുത്തുള്ള 5 എണ്ണൽ സംഖ്യകളായാലോ? അപ്പോൾ അടുത്തടുത്തുള്ള 5 എണ്ണൽ സംഖ്യകൾ നമുക്ക് എഴുതാം. 5, 6, 7, 8, 9. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെയും ലാസ്റ്റത്തിൻ്റെയും സം എടുക്കാം. നമുക്ക് 5ഉം 9ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 14 എന്ന് കിട്ടും. ഇവിടെ ഒരേ ഒരു മിഡിൽ നമ്പറേ ഉള്ളൂ, എന്താണ്, 7. ആ 7ഉം 14 തമ്മിൽ എന്താ റിലേഷൻ? 7 × 2 ആണെന്ത്, 14 അല്ലേ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ഈക്വൽസ് ടോയ്സ് ദി മിഡിൽ നമ്പർ അല്ലേ. ആദ്യത്തെയും അവസാനത്തെയും സംഖ്യയുടെ സം എന്ന് പറയുന്നത്, തുകയെന്ന് പറയുന്നത് മിഡിലിരിക്കുന്ന നമ്പറിൻ്റെ ടോയ്സ് ആണ്, ഇരട്ടിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അതുപോലെ രണ്ടാമത്തെയും നാലാമത്തെയും സംഖ്യയുടെ തുക 6 + 8, അതും എന്തിന് തുല്യമാണ്, മിഡിലിരിക്കുന്ന 7ൻ്റെ ടോയ്സ് ആണ് അല്ലേ, ഇരട്ടിയാണ്. കണ്ടോ? അപ്പോൾ എന്താ, ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ഈക്വൽ ടു ടോയ്സ് ദ മിഡിൽ നമ്പർ. ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് ഫോർത്ത് നമ്പർ ഈസ് ഓൾസോ ടോയ്സ് ദ മിഡിൽ നമ്പർ അല്ലേ. ഒന്നാമത്തെയും അഞ്ചാമത്തെയും നമ്പറിൻ്റെ തുകയും രണ്ടാമത്തെയും നാലാമത്തെ നമ്പറിൻ്റെയും തുകയും എന്തിന് തുല്യമാണ്, മിഡിലിരിക്കുന്ന സംഖ്യയുടെ നടുവിലിരിക്കുന്ന സംഖ്യയുടെ ഇരട്ടിയും എന്താണ്, തുല്യമാണ്. The sum of the first and the last numbers equals twice the middle number. The sum of the second and the fourth numbers is also twice the middle number. ആദ്യ സംഖ്യയുടെയും അവസാന സംഖ്യയുടെയും തുക മധ്യഭാഗത്തെ സംഖ്യയുടെ ഇരട്ടിയാണ്. രണ്ടാമത്തെ സംഖ്യയുടെയും നാലാമത്തെ സംഖ്യയുടെയും തുക മധ്യഭാഗത്തെ സംഖ്യയുടെ ഇരട്ടിയാണ്. ഫോർത്ത് പാർട്ട്, വാട്ട് അബൌട്ട് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്? അടുത്തടുത്തുള്ള 3 എണ്ണൽ സംഖ്യകളായാലോ? നാലാമത്തെ പാർട്ടിൽ തന്നിരിക്കുന്നത് വാട്ട് അബൌട്ട് 3 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്? അടുത്തടുത്തുള്ള 3 എണ്ണൽ സംഖ്യകളായാലോ? 3 എണ്ണൽ സംഖ്യകൾ 3, 4, 5. ഇവിടെ ഫസ്റ്റിൻ്റെയും ലാസ്റ്റിൻ്റെയും സം എടുക്കാം. 3 + 5 എത്രയാ, 8. മിഡിലിരിക്കുന്ന നമ്പർ എത്രയാണ്, 4. ആ 4 × 2 നോക്കൂ, അതിൻ്റെ ടോയ്സ് എടുത്താലും എത്ര തന്നെയാണ്, 8 തന്നെയാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ സംഖ്യയുടെയും അവസാനത്തെ സംഖ്യയുടെയും തുക മധ്യഭാഗത്തിരിക്കുന്ന സംഖ്യയുടെ, അതായത് രണ്ടാമതിരിക്കുന്ന സംഖ്യയുടെ എന്തായിട്ടാണ് നമുക്ക് കിട്ടുന്നത്, ഇരട്ടിയായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്, ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് നമ്പേഴ്സ് ഈക്വൽസ് ടോയ്സ് ദ മിഡിൽ നമ്പർ. ടോയ്സ് ദി മിഡിൽ നമ്പർ. മലയാളത്തിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്, ആദ്യ സംഖ്യയുടെയും അവസാന സംഖ്യയുടെയും തുക മധ്യഭാഗത്തെ സംഖ്യയുടെ 2 മടങ്ങാണ്. 2 മടങ്ങാണെന്ന് പറഞ്ഞാൽ ഡബിളാണ്, ഇരട്ടിയാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ കലണ്ടർ ഓഫ് എനി one month, മാർക്ക് ദോസ് ഡേറ്റ്സ് വിച്ച് fall on any one day of the week. The sum of the first and the last numbers is equal to the sum of which other pairs y. ഒരു മാസത്തെ കലണ്ടറിൽ ആഴ്ചയിലെ ഒരേ ദിവസം വരുന്ന തീയതികളെല്ലാം അടയാളപ്പെടുത്തുക. ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുകകൾ മറ്റേതെല്ലാം ജോഡി തുകകൾക്ക് തുല്യമാണ്, എന്തുകൊണ്ട്? മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരുന്നത്, ഇൻ ദ കലണ്ടർ ഓഫ് എനി one month, മാർക്ക് ദോസ് ഡേറ്റ്സ് വിച്ച് fall on any one day of the week. ഒരു മാസത്തെ കലണ്ടറിൽ ആഴ്ചയിലെ ഒരേ ദിവസം വരുന്ന തീയതികളെല്ലാം അടയാളപ്പെടുത്തുക. The sum of the first and the last numbers is equal to the sum of which other pairs y. ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുകകൾ മറ്റേതെല്ലാം ജോഡി തുകകൾക്ക് തുല്യമാണ്, എന്തുകൊണ്ട്? അപ്പോൾ നമുക്ക് ആദ്യം ഓരോ ആഴ്ചയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളൊക്കെ അടയാളപ്പെടുത്തി തുക എഴുതാം. അപ്പോൾ ഇവിടെ സൺഡേ ഞായറാഴ്ചത്തേൽ 5ഉം 26ഉം ആദ്യത്തതും അവസാനത്തതുമാണ് അല്ലേ. അപ്പോൾ 5ഉം 26ഉം കൂടി നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 31 എന്നാണ് കിട്ടുന്നത്. ബാക്കി രണ്ടെണ്ണം ഏതൊക്കെ കൂട്ടുമ്പോഴാണ് അതുപോലെ 31 കിട്ടുന്നത്, 19ഉം 12ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴും എന്താ കിട്ടുന്നത്, 31 കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത ആഴ്ച നോക്കൂ, 6ഉം 27ഉം
6ഉം 27ഉം ആഡ് ചെയ്യാം. 6 + 27 എത്രയാണ്? 33. അതുപോലെ 13ഉം 20യും 30 + 20 എത്രയാണ് കിട്ടിയത്? 33. അടുത്തത് 7ഉം 28ഉം 7 + 28 35. അതുപോലെ 14 + 21 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 35. ഇതിലെല്ലാം 4 ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ആഴ്ചകളിൽ 5 ദിവസമായിട്ട് 5 ദിവസമുള്ളതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത് അടുത്ത നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് നമ്പർ 1 ആണ്, ലാസ്റ്റ് നമ്പർ 29 ആണ്. 1 + 29 എത്ര കിട്ടിയത്? 30. അടുത്തത് നമുക്ക് സെക്കൻഡും ഫോർത്തും നോക്കാം. സെക്കൻഡ് ഇവിടെ എത്രയാണ്? 8ഉം 22ഉം എത്രയാണ്? 30. ഇനി ഒരേ ഒരു മിഡിൽ നമ്പറാണ് ഇതിനകത്തുള്ളത്, 15. 15ൻ്റെ ഇരട്ടി 2 മടങ്ങ് എത്രയാണ്? 30 അല്ലേ? ഇനി ഇവിടെ നോക്കൂ, ഇവിടെ 2ഉം 30യും 2 + 30 32. അതുപോലെ 23 + 9 എത്രയാണ്? 32. ഇനി 16 × 2 കണ്ടോ? 32. അപ്പോൾ 5 വീതമുള്ള നമ്പേഴ്സ് എടുത്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി 2 ആഴ്ചകളും കൂടിയുണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഫ്രൈഡേയുടെയും സാറ്റർഡേയുടെയും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇവിടെ ആദ്യം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഒന്നാമത്തതിൻ്റെയും നാലാമത്തതിൻ്റെയും സം, ഫസ്റ്റിൻ്റെയും ഫോർത്തിൻ്റെയും സമ്മും സെക്കൻഡിൻ്റെയും തേർഡിൻ്റെയും സമ്മും രണ്ടാമത്തതിൻ്റെയും മൂന്നാമത്തിൻ്റെയും സമ്മും ഈക്വലായിട്ട് കിട്ടി. ആദ്യം ചെയ്ത 3 എണ്ണം, അതായത് 4 ദിവസങ്ങളുള്ളത് അല്ലേ. അടുത്ത 5 ദിവസമുള്ളതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് നമ്പർ, അതുപോലെ സെക്കൻഡ് ആൻഡ് ദ ഫോർത്ത് നമ്പർ ഈക്വൽ ടു എന്താണ്? ടോയ്സ് ദി മിഡിൽ നമ്പർ. മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ തേർഡ് നമ്പർ, മൂന്നാമതിരിക്കുന്ന നമ്പർ അല്ലേ. ഈക്വലായിട്ട് കിട്ടിയതായിട്ട് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്കറിയാം, ഒരാഴ്ചയിലെ ദിവസങ്ങൾ തമ്മിൽ എത്ര ദിവസത്തിൻ്റെ വ്യത്യാസമാണ്? ഒരാഴ്ച അല്ലെങ്കിൽ 1 വീക്ക് എന്ന് പറയുന്നത് 7 days ആണ്. 5നോട് 7 കൂട്ടിയല്ല 12. 7 ദിവസത്തെ വ്യത്യാസമുണ്ട്. ഒരു സൺഡേ കഴിഞ്ഞ് അടുത്ത സൺഡേ ആണെങ്കിൽ 7 ദിവസങ്ങൾ കഴിയണം അല്ലേ. അടുത്ത സൺഡേ ആവാൻ 7 ദിവസങ്ങൾ കഴിയണം. അതായത് അടുത്ത ഒരാഴ്ചയിൽ ഒരേ ദിവസങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 7 ആണ് അല്ലേ. ആ സെയിം ഡിഫറൻസ് ആണ് എല്ലാ ആഴ്ചയിലെയും ഒരേ ദിവസങ്ങൾ തമ്മിൽ കീപ്പ് ചെയ്ത് പോകുന്നത്. ആ 7 വിധമല്ലേ ഡിഫറൻസ് കീപ്പ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ റീസണായിട്ട് എന്താ എഴുതേണ്ടത്? ഇൻ കലണ്ടർ ദ നമ്പേഴ്സ് കറസ്പോണ്ടിങ് ടു ദ സെയിം ഡേ ഓഫ് ദ വീക്ക് ഹാവ് എ ഡിഫറൻസ് 7. ഒരാഴ്ചയിലെ ഒരേ ദിവസങ്ങൾ 7 വ്യത്യാസമുള്ളവയാണ്.